അൽ വഹദത്തു സാലിസ, 4-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റ്. ഉസ്രത്തി സഈദത്തുൻ, മൈ ഫാമിലി ഈസ് ഹാപ്പി. എൻ്റെ കുടുംബം സന്തുഷ്ടരാണ്. ഇതാണ് യൂണിറ്റിൻ്റെ പേര്. ഇതിലുള്ള 1-ാമത്തെ പാഠം. അതിനു മുമ്പ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ആകെ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് ഒരു വീട്. ഒരു മരം വീട്ടിൻ്റെ മേലെ മറിഞ്ഞ് വീണിരിക്കുകയാണ്, പൊട്ടിത്തകർന്നു പോയി. പിന്നെ ആലു അദ്നാൻ, ഈ 1-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? ആലു അദ്നാൻ, അദ്നാൻ്റെ കുടുംബം. ഇതൊരു വീടാണ്. വീട്ടിൽ എന്തോ ഫങ്ഷൻ നടക്കുകയാണല്ലേ, എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താണ് ഫങ്ഷൻ എന്ന് നോക്കാം. മുർഷിദുൻ വലതുൻ സ്വാലിഹുൻ, മുർഷിദ് ഒരു നല്ല കുട്ടിയാണ്. ബൈത്തുഹു ഫിൽ മദീന, അവൻ്റെ വീട് പട്ടണത്തിലാണ്. ഫിൽ ബൈത്തി, വീട്ടിലുണ്ട്. അൽ ജദ്ദു, ഉപ്പാപ്പ. വൽ ജദ്ദത്തു, ഉമ്മമ്മ. വൽ അബു, ഉപ്പ. വൽ ഉമ്മു, ഉമ്മ. വൽ അഹു, സഹോദരൻ. വൽ ഉഖ്താനി, 2 സഹോദരിമാർ. ഇത്രയും പേരാണ് മുർഷിദിൻ്റെ വീട്ടിലുള്ളത്. ഇസ്മു ഹാദിഹിൽ ഉസ്രത്തി ആലു അദ്നാൻ, ഈ കുടുംബത്തിൻ്റെ പേര് ആലു അദ്നാൻ എന്നാണ്. അദ്നാൻ്റെ ഫാമിലി, അദ്നാൻ്റെ കുടുംബം എന്നാണ് ആലു അദ്നാൻ്റെ അർത്ഥം. ആലു അദ്നാൻ എന്നാണ് മുർഷിദിൻ്റെ കുടുംബത്തിൻ്റെ പേര്. ഇജ്തമഉ ഫി മുൽതഖ ഉസ്രത്തിഹിം, അവരുടെ കുടുംബസംഗമത്തിൽ അവർ ഒരുമിച്ചുകൂടി. ഇജ്തമഉ, അവർ ഒരുമിച്ചുകൂടി. ഫി മുൽതഖ ഉസ്രത്തിഹിം, അവരുടെ കുടുംബസംഗമത്തിൽ. മുൽതഖ, സംഗമം, സമ്മേളനം. അവർ ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ അതിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുകൂടി. വദാലിക, അത്, ആ കുടുംബസംഗമം. ഫി ബൈത്തി മുർഷിദ്, മുർഷിദിൻ്റെ വീട്ടിലായിരുന്നു. ഹലറൽ അമ്മു വ ഉസ്രത്തുഹു, പിതൃവ്യനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഹലറ, എത്തി. ഫി സാഅത്തി സാമിനത്തി വൻ നിസ്ഫി സുബാഹൻ, രാവിലെ 8:30 മണിക്ക്. ഹലറ എന്ന് പറഞ്ഞാൽ ഹാജരായി, എത്തിച്ചേർന്നു. അൽ അമ്മ്, അമ്മ് മീൻസ് ഉപ്പയുടെ സഹോദരൻ അഥവാ പിതൃവ്യൻ. അമ്മും ഉപ്പയുടെ സഹോദരനും വ ഉസ്രത്തുഹു, അദ്ദേഹത്തിൻ്റെ കുടുംബവും എത്തിയത് എപ്പോഴാണ്? ഫി സാഅത്തി സാമിനത്തി വൻ നിസ്ഫി, 8:30 മണിക്ക്. അസാഅത്ത് സാമിന വൻ നിസ്ഫ്, 8:30 മണി. 8:30 മണിക്ക്, സ്വബാഹൻ, രാവിലെ 8:30 മണിക്കാണ് ഇവരെത്തിച്ചേർന്നത്. വസലത്തിൽ ഖാലത്തു മഅൽ ഉസ്രത്തി ഫി സാഅത്തി താസിഅത്തി, ഉമ്മയുടെ സഹോദരി 9 മണിക്ക് കുടുംബസമേതം എത്തി. വസലത്ത്, എത്തി. അൽ ഖാലത്തു, ഉമ്മയുടെ സഹോദരി. മഅൽ ഉസ്രത്തി, കുടുംബസമേതം. ഫി സാഅത്തി താസിഅത്തി, 9 മണിക്ക്. പിന്നെ വൽ അമ്മത്തു, അമ്മത്ത് എത്തി. അമ്മ് ഉപ്പയുടെ സഹോദരനാണെങ്കിൽ അമ്മത്ത് ആരായിരിക്കും? ഉപ്പയുടെ സഹോദരി. വൽ അമ്മത്തു, ഉപ്പയുടെ സഹോദരി എത്തിച്ചേർന്നു. ഫി സാഅത്തിൽ ആശിറത്തി, 10 മണിക്ക്. വൽ ഖാലു, ഖാല് എത്തിച്ചേർന്നു. ഖാലാരാണ്? ഖാലത്ത് ഉമ്മയുടെ സഹോദരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖാലാരായിരിക്കും? ഉമ്മയുടെ സഹോദരൻ. വൽ ഖാലു, ഉമ്മയുടെ സഹോദരൻ എത്തി. വ ഉസ്രത്തുഹു, അദ്ദേഹത്തിൻ്റെ കുടുംബവും. ഫി സാഅത്തിൽ ഹാദിയത്ത അശറത്ത, 11 മണിക്ക്. അസാഅത്തുൽ ഹാദിയത്ത അശറ എത്രയാണ്? 11 മണി. വസലൽ ജമീഉ ഖബ്ല ളുഹ്രി, എല്ലാവരും ളുഹ്റിന് മുമ്പ് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാവരും എത്തിച്ചേർന്നു. അൽ ജമീഉ, എല്ലാവരും. ഓക്കെ, ഇനി ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. ഹലറൽ അമ്മു വ ഉസ്രത്തുഹു ഫി സാഅത്തി സാമിനത്തി വൻ നിസ്ഫി, ഉപ്പാൻ്റെ സഹോദരനും കുടുംബവും 8:30 മണിക്ക് എത്തി. ഹലറൽ അമ്മു വ ഉസ്രത്തുഹു, ഉപ്പാൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. ഹലറ, എത്തി. എപ്പോൾ? ഫി സാഅത്തി സാമിനത്തി വൻ നിസ്ഫി, 8:30 മണിക്ക്. ആ സാമിനത്ത് വൻ നിസ്ഫ് 8:30 ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അല്ലേ? ഓക്കെ, അടുത്തത് വസലത്തിൽ ഖാലത്ത് മഅൽ ഉസ്രത്തി ഫി സാഅത്തി താസിഅത്തി, ഖാലത്ത് ഉമ്മയുടെ സഹോദരി കുടുംബത്തോടൊപ്പം എത്തി. എത്ര മണിക്ക്? ഫി സാഅത്തി താസിഅത്തി, 9 മണിക്ക്. 9 മണി ഇവിടെ അടയാളപ്പെടുത്തി. വസലത്തിൽ അമ്മത്തു ഫി സാഅത്തിൽ ആശറത്തി,
അമ്മത്ത് ഉപ്പയുടെ സഹോദരി 10 മണിക്ക് എത്തി. അസാഅത്തുൽ ആഷിറ മീൻസ് 10 മണി. ഇവിടെ 10 മണി അടയാളപ്പെടുത്തണം, വരക്കണം. പിന്നെയോ ഹലറൽ ഖാലു ഫി സാഅത്തിൽ ഹാദിയത്ത അശറത്ത. ഇവിടെ 11 മണിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 11 മണി എന്നുള്ളതിന് എന്ത് പറയും? ഫി സാഅത്തിൽ ഹാദിയത്ത അശറത്ത, 11 മണിക്ക് എത്തിച്ചേർന്നു. ആര്? ഖാലി. തനാവലു അൽ ഗദാഅ ഫി സാഅത്തിൽ വാഹിദത്തി. അവർ 1 മണിക്ക് ലഞ്ച് കഴിച്ചു. തനാവലു അൽ ഗദാഅ, അവർ ഗദാ കഴിച്ചു, അതായത് ലഞ്ച് കഴിച്ചു. ഫി സാഅത്തിൽ വാഹിദത്തി, 1 മണിക്ക്. ഓക്കെ. ഇനി അടുത്തത് നർസുമു മവാഇദ ആത്തിഫ് വനുക്കുമിലുൽ ജുമല. ആത്തിഫിൻ്റെ സമയങ്ങൾ നമുക്ക് വരച്ചു ചേർക്കാം. വനുക്കുമിലുൽ ജുമല, സെൻറ്റൻസുകൾ പൂരിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ക്ലോക്ക് ഉണ്ട്, ക്ലോക്കിൽ സമയം നമ്മൾ വരച്ചു ചേർക്കണം. ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും എത്ര സമയമാണ് വരയ്ക്കേണ്ടത് എന്ന്. വായിച്ചു നോക്കാം. ഇസ്തേഖല ആത്തിഫുൻ, ആത്തിഫ് ഉണർന്നു. ഫിസാഅത്തിൽ ഖാമിസത്തി സ്വബാഹൻ, രാവിലെ 5 മണിക്ക്. അസാഅത്തിൽ ഖാമിസ സ്വബാഹൻ മീൻസ് 5 AM, 5 മണി, രാവിലെ 5 മണി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 5 മണി എന്ന് വരക്കണം. അടുത്തത് ഖറജ ആത്തിഫുൻ ഇലൽ മദ്രസത്തി ഫി സാഅത്തി താസിഅത്തി. ആത്തിഫ് 9 മണിക്ക് സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഖറജ ആത്തിഫ്, ആത്തിഫ് പുറപ്പെട്ടു. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഫി സാഅത്തി താസിഅത്തി, 9 മണിക്ക്. ഇവിടെ 9 മണി വരക്കാം. പിന്നെയോ ബദഅ ത്വാബൂർ സബാഹി ഫി സാഅത്തിൽ ആശിറത്തി. മോർണിംഗ് അസംബ്ലി 10 മണിക്ക് തുടങ്ങി. ബദഅ തുടങ്ങി, ത്വാബൂർ സബാഹി അസംബ്ലി, ഫി സാഅത്തിൽ ആശിറത്തി 10 മണിക്ക്. 10 മണി ഇവിടെ വരച്ച് ചേർക്കുക. തനാവല ദാരിസൂന അൽ ഗദാഅ ഫി സാഅത്തിൽ വാഹിദത്തി വന്നിസ്ഫി ളുഹ്റൻ. വിദ്യാർത്ഥികളെല്ലാം ഉച്ചയ്ക്ക് 1:30 മണിക്ക് ലഞ്ച് കഴിച്ചു. തനാവല ദാരിസൂന, വിദ്യാർത്ഥികൾ കഴിച്ചു. അൽ ഗദാഅ ലഞ്ച്. ഫി സാഅത്തിൽ വാഹിദത്തി വന്നിസ്ഫ് 1:30 മണിക്ക്. ളുഹ്റൻ ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ലഞ്ച് കഴിച്ചത്. അതുകൊണ്ട് 1:30 മണി ഇവിടെ അടയാളപ്പെടുത്തുക. ഇനി റജഅ ആത്തിഫുൻ മിനൽ മദ്രസത്തി ഫി സാഅത്തി റാബിഅത്തി മസാഅൻ. ആത്തിഫ് വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ നിന്നും മടങ്ങി. റജഅ ആത്തിഫ്, ആത്തിഫ് മടങ്ങി. മിനൽ മദ്രസ, സ്കൂളിൽ നിന്നും. ഫി സാഅത്തി റാബിഅത്തി മസാഅൻ 4 PM, 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്. ഓക്കെ. ഇനി നഖ്റവ നഫഹമു. ഇനി നമുക്ക് ഒരു കുടുംബം പരിചയപ്പെടാം. ഇവിടെ അന, ഞാനിവിടെ ഉണ്ട് അല്ലേ. ഇനി ഇതിൽ ഇങ്ങനെ പോയാൽ ഇതാരാണ്? എൻ്റെ ഉമ്മി, എൻ്റെ ഉമ്മ. ഇതോ അബി, എൻ്റെ ഉപ്പ. ഇതാരാണ്? ഉഖ്തി, എൻ്റെ സഹോദരി. ഇതോ അഹി, എൻ്റെ സഹോദരൻ. ഇനി ഉമ്മയിൽ നിന്നും ഇങ്ങനെ വന്നാൽ എവിടെ എത്തും? ഉപ്പാപ്പയിലും ഉമ്മാമയിലും എത്തും. ഇതാരാണ്? ഉപ്പാപ്പ. ജദ്ദി, എൻ്റെ ഉപ്പാപ്പ, അതായത് എൻ്റെ ഉമ്മയുടെ ഉപ്പ. ഇതാരാണ്? ജദ്ദത്തി, എൻ്റെ ഉമ്മാമ, അതായത് എൻ്റെ ഉമ്മയുടെ ഉമ്മ. ഇവിടെയൊക്കെ അവസാനം ഒരു യാ ചേർത്തത് എന്തിനാണ്? എൻ്റെ എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലേ. ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ. അതേപോലെ അബുൻ, ഉപ്പ, അബി, എൻ്റെ ഉപ്പ. എല്ലാത്തിൻ്റെയും കൂടെ അവസാനം യാ ചേർത്താൽ എൻ്റെ എന്ന അർത്ഥം കിട്ടും. ഖാലി, ഉമ്മയുടെ സഹോദരൻ. ഖാലി, എൻ്റെ ഉമ്മയുടെ സഹോദരൻ. ഇത് ഖാലത്തി, ഇതെൻ്റെ ഖാലത്താണ്, അതായത് എൻ്റെ ഉമ്മയുടെ സഹോദരിയാണിത്. ഇനി ഉപ്പ വഴി ഇങ്ങോട്ടേക്ക് വന്നാലോ? ഇതാരാണ്? ഇത് ഉപ്പയുടെ ഉപ്പ അല്ലേ. എൻ്റെ ഉപ്പാപ്പ, അതായത് എൻ്റെ ഉപ്പയുടെ ഉപ്പ. ജദ്ദി, എൻ്റെ ഉപ്പാപ്പ. ഇതോ ജദ്ദത്തി, എൻ്റെ ഉമ്മാമ. ഇത് അമ്മത്തി, എൻ്റെ ഉപ്പയുടെ സഹോദരി. ഇത് അമ്മി, എൻ്റെ ഉപ്പയുടെ സഹോദരൻ. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഉഖ്ത്, അഹ്, ഉമ്മ്, അബ്, ഖാല്, ഖാലത്ത്, അമ്മ്, അമ്മത്ത്, ജദ്, ജദ്ദത്ത്. ഇതൊക്കെയാണ് ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ആളുകൾ. നെക്തുബു അസ്മാ അഅ്ലാ ഉസ്റത്തിന. നമ്മുടെ കുടുംബത്തിലെ അഅ്ലാ, മെമ്പർമാരുടെ അസ്മാ, പേരുകൾ നമുക്ക് എഴുതാം. അമ്മത്ത്, നിങ്ങളുടെ അമ്മത്തിൻ്റെ പേരെന്താണ്? ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് അമ്മത്ത്.
നിങ്ങളുടെ അമ്മത്തിൻ്റെ പേരെന്താണ് അതിവിടെ എഴുതുക. അതായത് ഉപ്പയുടെ സഹോദരിയുടെ പേര് ഇവിടെ എഴുതുക. പിന്നെ അമ്മ ഉപ്പയുടെ സഹോദരൻ്റെ പേര് ഇവിടെ എഴുതുക. അബ് ഉപ്പയുടെ പേര് ഇവിടെ എഴുതുക. ജദ്ദത്ത് ഉമ്മാമ്മയുടെ പേര് ഇവിടെ എഴുതുക. ജദ് ഉപ്പാപ്പയുടെ പേര് ഇവിടെ എഴുതുക. പിന്നെ അഹ് സഹോദരൻ്റെ പേര് ഇവിടെ എഴുതുക. അന ഞാൻ എൻ്റെ പേര് ഇവിടെ എഴുതുക. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. ഉഹ്ത്ത് സഹോദരി നിങ്ങളുടെ സഹോദരിയുടെ പേര് ഇവിടെ എഴുതുക. പിന്നെ ഉമ്മ നിങ്ങളുടെ ഉമ്മയുടെ പേര് ഇവിടെ എഴുതുക. ജദ് നിങ്ങളുടെ ഉപ്പാപ്പയുടെ പേര് ഇവിടെ എഴുതുക. അതായത് ഉമ്മയുടെ ഉപ്പയുടെ പേര് ഇവിടെ എഴുതുക. ഇവിടെ ആരാണ്? ഇവിടെ ഒരു ജദ് ഉണ്ടല്ലേ, ഇത് നിങ്ങളുടെ ഉപ്പയുടെ പേരാണ് എഴുതേണ്ടത്. ഇവിടെ ജദ്ദത്ത് എന്നുള്ളിടത്ത് ഉപ്പയുടെ ഉമ്മയുടെ പേര്. ഇവിടെയോ ഉമ്മയുടെ ഉപ്പയുടെ പേര് ഇവിടെ എഴുതുക. ജദ്ദത്ത് എന്ന കളിയിൽ ഉമ്മയുടെ പേര് എഴുതുക. പിന്നെ ഇവിടെ ഖാല് ഉമ്മയുടെ സഹോദരൻ്റെ പേര്. ഇവിടെ ഖാലത്ത് ഉമ്മയുടെ സഹോദരിയുടെ പേര്. ഓക്കെ, ഇനി അടുത്തത് ഫി ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്. അബി എൻ്റെ ഉമ്മ. വ ഉമ്മി എൻ്റെ അബി എൻ്റെ ഉപ്പ. വ ഉമ്മി എൻ്റെ ഉമ്മ. വ അഹി എൻ്റെ സഹോദരൻ. വ ഉഖ്തി എൻ്റെ സഹോദരി. പിന്നെ വ ജദ്ദി എൻ്റെ ഉപ്പാപ്പ. വ ജദ്ദത്തി എൻ്റെ ഉമ്മാമ്മ. വ അമ്മി എൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി അമ്മും ഖാലൊന്നും എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. അവരുടെ വീട്ടിലുള്ള സഹോദരങ്ങളെ മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്.